welcome to our new vlog. ട്രാവലോക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഉണ്ടാക്കാൻ പോകാൻ നമ്മളെവിടെയും ട്രാവൽ ചെയ്യാനല്ല പോണെ, പഴംപൊരി ഉണ്ടാക്കാനാ പോണേ. എന്നാൽ നമ്മൾക്ക് ഇന്ന് പഴംപൊരി തോട്ടം വരാം. എനിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ചോറ് കഴിച്ചിരുന്നപ്പോഴത്തേക്കും മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നൊരാഗ്രഹം. പിന്നെ ആകെ കൂടി ഉണ്ടാക്കാൻ പറ്റിയത് പഴംപൊരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴമുണ്ടായിരുന്നു, മൂത്ത് പോണതിന് മുമ്പേ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചത്. ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, എണ്ണതേ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് മൈക്രോവേവിൽ വെച്ച് ചെറുതായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ സ്പൂൺ കൊണ്ടെടുത്ത് പഴംപൊരി ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അത് അത്രയും കട്ടിയായിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ വിൻ്ററിൽ അങ്ങനെയാണ്. അപ്പം എണ്ണ ഒഴിക്കുന്ന പാത്രം മൈക്രോവേവ് സേഫ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ മൈക്രോവേവ് വെച്ച് ഒരു മിനിറ്റ് ചൂടാക്കിയെടുത്തു. എന്നിട്ടാണ് അത് കുറച്ചെങ്കിലും മെൽട്ടായിട്ട് എടുക്കാനുള്ള പാകത്തിലായതേ. അപ്പോൾ ഇങ്ങനെ എണ്ണ മെൽറ്റായിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് മെൽട്ടായി പറഞ്ഞാൽ നല്ലോണം മെൽട്ടായില്ല. നല്ലോണം മെൽട്ടായാൽ ചിലപ്പോൾ മൈക്രോവേവിലാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പച്ചട്ടിയിൽ എന്താ ഉണ്ടാക്കുന്നത്. ഇത്തിരി നമുക്ക് രണ്ടു പേർക്ക് മാത്രമേ ഉണ്ടാക്കണ്ടൂ. അപ്പോൾ ഹനിക്കാണെങ്കിൽ ഒരു പഴംപൊരി കഴിക്കണം എന്ന് ആഗ്രഹം. ആക്ച്വലി മോത്തില്ലാണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ഇത്തിരി വിഷമമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പഴംപൊരി ഇവിടെ ഇഷ്ടമുള്ള ആൾ മോന്താണ്. പിന്നെ ഹനിക്ക് പഴംപൊരി കഴിക്കാൻ തോന്നുന്ന സ്ഥിതിക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. മോന്ത് പോകുന്നതിന് മുമ്പേ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചേ പഴം ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് മോന്ത് വരുന്നവരെ വെച്ചാൽ ചിലപ്പോൾ ചീഞ്ഞു പോവും. തണുപ്പത്തത് അധികം പഴുക്കൂല്ല. അങ്ങനെയാണ് അത്. പഴം തണുപ്പത്തതൊക്കെ ഒരു പ്രശ്നമാണ്. അത് കാരണം ഞങ്ങൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യത്തെ പഴംപൊരി അകത്തും പോയി, രണ്ടാമത്തത് പോയില്ല, പോയി. ഇനി ഒരു മെലിഞ്ഞതിനെടുക്കാം. അതെനിക്കതിന് കൊടുക്കണ്ടേ. അത് നീ അപ്പോ ആദ്യത്തെ സെറ്റായി. നമുക്ക് അതെടുക്കാം. രണ്ടാമത്തെ ആദ്യത്തെ ഇനി രണ്ടാമത്തത് ഹനിക്കിടണം. ഇപ്പം രണ്ടാമത്തെ ഹനി ഇടട്ടെ. എന്താ കൈ പൊള്ളരുത്. ആ പാത്രം പിടിച്ചോ, സൂക്ഷിച്ച്. യെസ്, രണ്ടാമത്തെ. വേഗം, ജൽദി ജൽദി. ബസ്. നല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. നല്ലോണം ഡൂപ്പാവട്ടെ. ഞങ്ങളുടെ പഴംപൊരി റെഡിയായി. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞങ്ങളിനി പഴംപൊരി കഴിക്കാൻ പോവാണേ. സമയം 3:45 ആവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ കോഫി കുടിച്ചേക്കാം, പഴംപൊരി കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വാ, നമുക്ക് പഴംപൊരി കഴിക്കാം. അങ്ങനെ ഞാൻ പഴംപൊരിയും തോട്ടും കൂടി കഴിക്കാൻ പോയാണ് ഗായ്സ്. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തൊരു ഏഴ് കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ എനിക്ക് കിട്ടിയതേ ഞങ്ങളുടെ രണ്ടാമത്തെ വന്ദേ ഭാരത് യാത്ര എന്നാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിഞ്ഞതിന് മുമ്പത്തെ ഏപ്രിലാ തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഒന്ന് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വന്ദേ ഭാരതിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരിയും സോസുമാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഹനിതേ പഴംപൊരിയുടെ കൂടെ സോസ് കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയായി, എന്ത് ചെയ്യാൻ. ഞങ്ങളതേ മുകളിലത്തെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ്
ചായ കുടിക്കുന്നത്. എന്താന്ന് വെച്ചാലേ ഇത് കുറച്ചൊരു സൂര്യൻ ഇപ്പോൾ പതുക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഒന്നും തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് 3 മണിയൊക്കെ ആയപ്പോൾ ഇത്തിരി സൂര്യൻ്റെ വെളിച്ചം വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുമുണ്ട്. ഇപ്പോൾ മുകളിലത്തെ ബാൽക്കണിയിൽ കുറച്ച് ചൂട് അധികമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും സമയം തണുപ്പത്തിരുന്നതല്ലേ, ഇപ്പോൾ കുറച്ച് സമയം ചൂടത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുകളിലത്തെ ബാൽക്കണിയിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ ഡിസംബർ ജനുവരിയൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയും സൂര്യൻ കിട്ടുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. ഇപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ പരമ്പര ഇന്നത്തെ സൂപ്പർ ഡൂപ്പർ ബ്ലോഗ് നിങ്ങൾക്ക് കിട്ടാനുള്ള കമന്റിൽ ഇടാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ ബൈ, സീ യു. ഉമ്മ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. പുതിയ വിദ്യാർത്ഥികളുള്ള